വഴി കുറവ് തീർക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. എന്നാൽ ചിലരെല്ലാം പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ധാരാളം പേര് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു ഇൻട്രഡക്ഷൻ എല്ലാ ദിവസവും പറയുന്നത് നല്ലതാണ്. അത് ബുദ്ധിമുട്ടാണേ. 4 മിനിറ്റല്ലേ ഉള്ളൂ. തുടക്കവും ഒടുക്കും എല്ലാം കൂടെ കൂട്ടി 5-5.5 മിനിറ്റ് കൊണ്ട് നമ്മൾ തീർക്കണം. അപ്പോൾ ഇൻട്രഡക്ഷൻ പറയാൻ 2 മിനിറ്റ് എടുക്കും. അപ്പം അത് വേണ്ട, നമുക്ക് നേരിട്ട് വചനത്തിലോട്ട് അങ്ങ് പോകാം. മറ്റു പ്രസംഗത്തിനൊക്കെ ഇൻട്രഡക്ഷൻ ഉണ്ടല്ലോ 10 മിനിറ്റ്. ഇതൊരു എന്താ പറയുക, ഫാസ്റ്റ് ഫുഡാണ്. നമ്മളിങ്ങനെ ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒരു മുട്ട പപ്സ് മേടിച്ചിട്ട് കഴിക്കുന്ന പോലെ കൂട്ടിയാൽ മതി. ഓക്കെ. 18-ാം സങ്കീർത്തനം. ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ഒഴികെ പാറ ആരുള്ളൂ? എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം തന്നെ. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ എനിക്കിഷ്ടമുണ്ട് ഈ വചനം. എനിക്ക് പ്രയോജനപ്പെടാത്ത ഒന്നും പ്രസംഗിക്കുകയല്ല കേട്ടോ. എൻ്റെ ഒരു ജോലി പോലെ ഇത് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഉള്ളിൽ സന്തോഷം കൊണ്ട് നിറയുന്ന വചനമാണ് പറയുന്നത്. അങ്ങനെ അല്ലാത്തപ്പം പറയത്തില്ല കേട്ടോ. ഇവിടെ 2 വഴിയാണ്. ഒന്ന് ദൈവത്തിൻ്റെ വഴി, 2 എൻ്റെ വഴി. ദൈവത്തിൻ്റെ വഴിയുടെ പ്രത്യേകത എന്നാണെന്നറിയോ? പെർഫെക്റ്റ്, അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. അതാണ് 30-ാം വാക്യം. എന്നാൽ എൻ്റെ വഴിയോ കുറവുള്ളതാണ്. വാക്യം 32. എൻ്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം. തികവുള്ള വഴിയുള്ള ദൈവം, ന്യൂനതകൾ നിറഞ്ഞ വഴിയുള്ള എൻ്റെ വഴി അവിടുന്ന് ഏറ്റെടുത്ത് റിപ്പയർ ചെയ്ത് പെർഫെക്റ്റ് ആക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യൻ, നിങ്ങളെക്കാളെല്ലാം പരിമിതികളുള്ള മനുഷ്യൻ. കാഴ്ച, കേൾവി, അറിവ്, ബുദ്ധി, സ്വഭാവശുദ്ധി, ഇതിലെല്ലാം കുറവുള്ള മനുഷ്യൻ, പരിമിതിയുള്ള മനുഷ്യൻ. പക്ഷെ എൻ്റെ ഒരു ധൈര്യം എന്നാണെന്നറിയോ? എൻ്റെ വഴി കുറവ് തീർക്കുന്ന ദൈവമുണ്ട്. കുറവുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ചിലർ പറയുന്നത് അവർക്ക് കുറവില്ലെന്ന്, അവരിങ്ങനെ അങ്ങ് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞ് പെർഫെക്ഷൻ പറഞ്ഞ് പോവുക. എൻ്റെ വഴി കുറവുള്ളതാണ്, എന്നാൽ എൻ്റെ വഴി കുറവ് തീർക്കാൻ എനിക്കൊരാളുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്, എൻ്റെ വഴി കുറവുള്ളതാണ്. എൻ്റെ വഴി കുറവ് തീർക്കാൻ എനിക്കൊരാളുണ്ട്. 3 കാര്യമാണ് ഈ സന്ദേശത്തിനകത്തുള്ളത്. ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്, എൻ്റെ വഴി കുറവുള്ളതാണ്, എൻ്റെ വഴി കുറവ് തീർക്കാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം ഞാൻ പല തർജ്ജമകളിലൊക്കെ വായിക്കുന്നത് പഠിക്കാനും നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണേ. ശക്തിയാൽ യഹോവ എന്നെ യുദ്ധസന്നദ്ധനാക്കുന്നു, എൻ്റെ വഴി സുരക്ഷിതമാക്കുകയും ചെയ്യുന്നത് എൻ്റെ ദൈവമാണ്. ഗോഡ് ഹി ഗീവ്സ് മീ സ്ട്രെങ്ത് ഫോർ ദ ബാറ്റിൽ, ഹി കീപ്സ് മൈ വേ സെക്യൂർ. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കും, എൻ്റെ വഴി സുരക്ഷിതമാക്കും. അവിടുന്ന് എൻ്റെ കാലുകളെ മാൻപയുടെ കാലുകൾക്ക് തുല്യമാക്കും. ഉന്നതികളിൽ പാദമൂന്നി നിൽക്കാൻ അവിടുന്ന് എന്നെ സഹായിക്കും. ഹി മേക്സ് മൈ ഫീറ്റ് ലൈക്ക് ദ ഫീറ്റ് ഓഫ് എ ഡിയർ. ഇങ്ങനെ പോകുന്നു വചനങ്ങൾ. അതായത് ബലഹീനനായ എന്നെ മാൻപേട പോലെ ബലമുള്ള കാലുകൾ നൽകി വഴുതി വീഴാതെ, കുഴഞ്ഞു പോകാതെ കിലോമീറ്ററുകൾ ഓടുവാൻ എൻ്റെ ദൈവം എന്നെ ശക്തീകരിക്കും. എൻ്റെ വഴി കുറവ് തീർക്കും, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കും. ഇത് ഞാൻ എനിക്ക് വേണ്ടിയുള്ള പ്രവചനമായിട്ട് പറയുന്നു. നിങ്ങൾക്കും അങ്ങനെ സംഭവിക്കട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ.